പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നിങ്ങൾ ഓരോരുത്തരോടും കൂടെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വചനം തിരുവചനം എന്ന ഈ ശുശ്രൂഷ സഭയോടൊത്ത് പ്രാർത്ഥിക്കാൻ, സഭയോടൊത്ത് നടക്കാൻ, സഭയുടെ പ്രതിസന്ധികളിലും വിശ്വാസം നഷ്ടപ്പെടുത്താതെ സഭയോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടമെന്നാണല്ലോ കരിസ്മാറ്റിക് പണ്ഡിതന്മാരെല്ലാം ഈ ഒരു കാലഘട്ടത്തെ വിളിക്കുന്നത്. ആ ദൈവത്തിൻ്റെ ആത്മാവ്, ആ പെന്തക്കോസ്തയുടെ ശക്തി, ശിഷ്യന്മാരെ ബലപ്പെടുത്തിയ അതേ ആത്മാവ് നമ്മളെയും ബലപ്പെടുത്തട്ടെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിന് കരുത്ത് പകരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകം ആധുനിക പ്രവാചകനെന്ന് വാഴ്ത്തുന്നത് നമ്മുടെ അഭിവന്യ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെ ആണല്ലോ. ലോകം മുഴുവൻ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത് ഫ്രാൻസിസ് പാപ്പയിലേക്കാണ്. ഈ ലോകത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഫ്രാൻസിസ് പാപ്പയുടെ കൈവശം എന്തോ മന്ത്രമുണ്ട് എന്ന് ലോകം വിശ്വസിക്കുന്നു എന്ന് ലോകത്തിൻ്റെ കണ്ണുകൾ മുഴുവൻ ഫ്രാൻസിസ് പാപ്പയിലേക്ക് ഉറ്റുനോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനൊരു ഉത്തരമെന്നോണം ഫ്രാൻസിസ് പാപ്പ പുറത്തിറക്കിയ ഏറ്റവും അവസാനത്തെ അപ്പോസ്തലിക പ്രബോധനമാണല്ലോ ഗൗദാത്തെ എത് എസുൽത്താത്തെ, ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ. ഭയത്തിൽ ജീവിക്കാനല്ല, നിരാശയിൽ ജീവിക്കാനല്ല, ദൈവത്തിൽ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ. പീഡനങ്ങളും ക്ഷാമങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടാകുമ്പോൾ നിരാശയുടെ പടുകുഴിയിലേക്ക് വീഴാനുള്ള ആഹ്വാനമല്ല, ആനന്ദിച്ച് ബലം പ്രാപിച്ച് സാക്ഷ്യം വഹിക്കാനുള്ള ആഹ്വാനമാണ് ഗൗദാത്തെ എത് എസുൽത്താത്തെ, ആനന്ദിച്ച് ആഹ്ലാദിക്കുവിനെന്ന അപ്പോസ്തലിക പ്രബോധനം നമ്മെ പഠിപ്പിക്കുന്നത്. കേരള സഭയുടെ കാര്യാലയം എന്നറിയപ്പെടുന്നത് കൊച്ചിയിലുള്ള POC കേന്ദ്രമാണല്ലോ. ആ കേന്ദ്രത്തിൽ നിന്ന് ഈ അപ്പോസ്തലിക പ്രബോധനത്തിൻ്റെ മലയാളം വിവർത്തനം ഇറക്കിയിട്ടുണ്ട്. അതിന് ആമുഖം എഴുതിയ POCയുടെ ഇപ്പോഴത്തെ ഡയറക്ടർ ഫാദർ വർഗീസ് വള്ളിക്കാട് ഈ അപ്പോസ്തലിക പ്രബോധനത്തെ 4 മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പഠിപ്പിക്കുന്നുണ്ട്. വളരെ സുന്ദരമായ രീതിയിലാണ് വർഗീസ് അച്ഛൻ അത് ചുരുക്കി പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ദൈവത്തിന് നിന്റെ ഹൃദയത്തോട് എന്തോ സംസാരിക്കാനുണ്ട്.
2, ദൈവം നിനക്ക് ഒരു പുതിയ ഹൃദയം നൽകാൻ ആഗ്രഹിക്കുന്നു. 3, ആ പുതിയ ഹൃദയത്തിൽ തൻ്റെ കൽപ്പനകൾ എഴുതാൻ ദൈവം ആഗ്രഹിക്കുന്നു. 4, സ്നേഹത്തെ മലിനപ്പെടുത്തുന്നതെല്ലാം നിന്റെ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റുവിൻ. ഫ്രാൻസിസ് പാപ്പയുടെ അപ്പോസ്തലിക പ്രബോധനം ദൈവവചനം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ മനുഷ്യരെയും ദൈവം വിശുദ്ധിയിലേക്ക് വിളിച്ചിരിക്കുന്നുവെന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. എന്താണ് വിശുദ്ധി എന്നുള്ള ദൈവശാസ്ത്ര വിശകലനത്തിലേക്ക് ഫ്രാൻസിസ് പാപ്പ ആഴത്തിലേക്ക് കടക്കാതെ നാം ഓരോരുത്തരെയും, അത് ഏത് ജീവിത മേഖലകളിലാണെങ്കിലും, നാം വിശുദ്ധയാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഫ്രാൻസിസ് പാപ്പ പഠിപ്പിക്കുക. അതായത് ചുരുക്കി പറഞ്ഞാൽ, ജീവിതത്തിലെ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഏറ്റവും കൂടുതൽ നേരം പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമാണ് വിശുദ്ധയാകാൻ സാധിക്കുക എന്ന ചിന്ത മാറ്റിവെച്ചുകൊണ്ട് തങ്ങളുടെ അനുദിന ജീവിതത്തിലെ കർത്തവ്യങ്ങൾ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്തുകൊണ്ട്, സാക്ഷ്യം വഹിച്ചുകൊണ്ട് എങ്ങനെ ഒരാൾക്ക് വിശുദ്ധയാകാമെന്ന് അപ്പോസ്തലിക പ്രബോധനത്തിൽ ഫ്രാൻസിസ് പാപ്പ പഠിപ്പിക്കുക. ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് നാം പരിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. പിതാവായ ദൈവം പരിശുദ്ധനായതുപോലെ, പരിപൂർണനായതുപോലെ ആ പരിപൂർണതയിലേക്ക്, ആ വിശുദ്ധിയിലേക്ക് നാം വിളിക്കപ്പെട്ടിരിക്കുക. അതായത് ചുരുക്കി പറഞ്ഞാൽ, ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ് മനുഷ്യൻ. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവര്. അപ്പോൾ എപ്രകാരം ആ ദൈവവിളിക്ക് നമുക്ക് പ്രത്യുത്തരം നൽകാൻ സാധിക്കും? ഫ്രാൻസിസ് പാപ്പ കുറച്ച് ഉദാഹരണങ്ങൾ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, ഒരു സ്ത്രീ അവളുടെ വീട്ടിൽ നിന്നിറങ്ങി സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കടയിലേക്ക് പോവുകയാണ്. കടയിൽ ചെന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്താണ് അവളുടെ അയൽക്കാരി വരുന്നത്. അയൽക്കാരിയുമായി അവൾ സംസാരിക്കാൻ ആരംഭിക്കുന്നു. പെട്ടെന്നാണ് സംസാരം അപഖ്യാതിയിലേക്ക്, അതായത് പരദൂഷണം പറയുന്നതിലേക്ക് കടക്കുന്നു. ഉടനെ ഈ സ്ത്രീ ഹൃദയത്തിൽ തീരുമാനിക്കുന്നു, ഇല്ല, ഞാൻ ആരെക്കുറിച്ചും പരദൂഷണം പറയില്ല, ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല, ഞാൻ ആരെക്കുറിച്ചും മറ്റുള്ളവരോട് അവരുടെ കുറവുകൾ പറയില്ല. അത് തീരുമാനമെടുക്കുകയും ആ സംസാരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നു. ഫ്രാൻസിസ് പാപ്പ പഠിപ്പിക്കുകയാണ്, അവൾ തൻ്റെ വിശുദ്ധിയിലേക്കുള്ള ജീവിതം അവിടെ ആരംഭിക്കുകയാണ്. വിശുദ്ധിയുടെ ഒരു ചുവടാണത്. അവൾ മടങ്ങി വീട്ടിലേക്ക് വന്ന് വളരെ ക്ഷീണിതയും അവശയും തളർന്നൊന്ന് ഉറങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്താണ് തൻ്റെ മകൾ വന്ന് അവളുടെ പ്രതീക്ഷയും അവളുടെ സ്വപ്നത്തെക്കുറിച്ച് പറയുന്നത്. അത് കേൾക്കാനുള്ള ആരോഗ്യമില്ലെങ്കിലും, ക്ഷീണിതയും അവശയുമാണെങ്കിലും അതൊന്നും ഗവനിക്കാതെ തൻ്റെ മകളുടെ സ്വപ്നങ്ങളും അവളുടെ പ്രതീക്ഷകളെക്കുറിച്ച് വളരെ ത്യാഗത്തോടുകൂടി ആ അമ്മ ശ്രവിക്കുമ്പോൾ
യഥാർത്ഥത്തിൽ അവൾ വിശുദ്ധിയുടെ ഒരു ചുവട് കൂടി വയ്ക്കുകയാണ്. ഇനി അത് കഴിഞ്ഞ് അവൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴോ അവിടെ ദരിദ്രനായ അവശനായ ഒരാളെ കണ്ടുമുട്ടുന്നു. ആ വ്യക്തിയോട് സ്നേഹത്തോടെ കരുണയോടെ പെരുമാറുമ്പോൾ, ദൈവത്തിൻ്റെ കരുണ തൻ്റെ ജീവിതത്തിൽ പ്രകടമാക്കുമ്പോൾ വിശുദ്ധിയുടെ മറ്റൊരു പടവിലേക്ക് കടക്കുകയാണ്. ഒരു കാലത്ത് വിശുദ്ധന്മാര് വിശുദ്ധകളെന്ന് പറയുമ്പോൾ അതിനുവേണ്ടി മാത്രം ജീവിക്കുന്നവരായിട്ട് ലോകം കണ്ടിരുന്നു. എന്നാൽ ഫ്രാൻസിസ് പാപ്പ പഠിപ്പിക്കുകയാണ്, നിങ്ങൾക്കും എനിക്കും വിശുദ്ധനാകാൻ സാധിക്കും. നമ്മുടെ അനുദിന കർത്തവ്യങ്ങൾ ഏറ്റവും നീതിയോടും ദൈവസ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടി അനുഷ്ഠിക്കുമ്പോൾ, അതായത് ജീവിതത്തിൽ നിരാശയും പ്രതിസന്ധിയും വരുമ്പോൾ, മേൽപ്പറഞ്ഞ സ്ത്രീയെക്കുറിച്ച് ഫ്രാൻസിസ് പാപ്പ പറയുന്നത്, അവൾ പെട്ടെന്ന് ചെന്ന് ഒരു മെഴുകുതിരി കത്തിച്ച് പരിശുദ്ധ അമ്മയുടെ മുൻപിൽ നിന്ന് വിശ്വാസത്തോടെ ജപമാല ചൊല്ലുമ്പോൾ, തൻ്റെ പ്രതിസന്ധികളിൽ തളരാതെ അവൾ പരിശുദ്ധ അമ്മയുടെ മുൻപിൽ നിന്ന് ജപമാല ചൊല്ലുമ്പോൾ വിശുദ്ധിയുടെ ഒരു പടി കൂടി അവൾ കടക്കുകയാണ്. അപ്പോൾ തൻ്റെ അനുദിന ജീവിതത്തിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ, മറ്റുള്ളവരോട് നന്മ ചെയ്ത്, ത്യാഗത്തോടെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യങ്ങൾ അനുഷ്ഠിച്ച്, പ്രാർത്ഥനയിൽ ജീവിച്ചുകൊണ്ട് ഒരാൾക്ക് തന്നെ വിശുദ്ധയാക്കാം, പരിശുദ്ധയാക്കാം എന്ന് അപ്പോസ്തലിക പ്രബോധനത്തിൽ പഠിപ്പിക്കുകയാണ്. അതായത് ഒരാൾക്ക് വിശുദ്ധയാകാൻ മെത്രാനോ വൈദികനോ സന്യസ്തയോ ആകേണ്ടതില്ല. നേരെ മറിച്ച് ഒരു അൽമായർക്ക് തങ്ങളുടെ ജീവിതാന്തസ്സിൽ വിശുദ്ധയാകാം എന്നുള്ള വിളിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ നമ്മുടെ വിശ്വാസം വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. നാം അനുഭവിക്കുന്നതിനേക്കാൾ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ അനുഭവിക്കുന്നതിനേക്കാളുള്ള വലിയ പ്രതിസന്ധിയാണ് ഫ്രാൻസിസ് പാപ്പയുടെ കൺവെട്ടത്ത് പാശ്ചാത്യ ലോകത്തുള്ളത്. അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പടിഞ്ഞാറൻ രാജ്യങ്ങൾ സാമ്പത്തികമായിട്ട് വളരെയധികം കുതിച്ചു കയറി. ആ കുതിച്ചു കയറ്റത്തോടൊപ്പം തന്നെ, കാരണം വലിയ പീഡകളും സഹനങ്ങളും അതിജീവിച്ച സഭയാണ്, ലോകമഹായുധങ്ങളെ അതിജീവിച്ച പട്ടിണി, യുദ്ധക്കെടുതികൾ, രോഗങ്ങൾ, ഇതിനെല്ലാം അതിജീവിച്ച് വന്ന സഭ അവിടെ ആദിമ ക്രൈസ്തവ സഭയെപ്പോലെ ശക്തമായിരുന്നു. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്ന് അനവധിയായ മിഷണറിമാർ ആ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയി. അപ്പോൾ ശരിക്കും പടിഞ്ഞാറൻ സഭ വിശുദ്ധിയിൽ വളരെയധികം കുതിച്ചു കയറിയ സമയത്താണ് സാത്താൻ ആഞ്ഞടിച്ചത്. സാമ്പത്തിക അഭിവൃദ്ധിയോടൊപ്പം തന്നെ വന്ന മാധ്യമങ്ങളിലൂടെ ചില ആധ്യാത്മിക ദുഷിപ്പുകൾ ഉണ്ടാകുമ്പോൾ, ഫ്രാൻസിസ് പാപ്പയുടെ അപ്പോസ്തലിക പ്രബോധനത്തിൽ ഒരു പാപിയുടെ വീഴ്ചയേക്കാൾ ഏറ്റവും മോശമായി കാണുന്നത് ആധ്യാത്മിക ദുഷിപ്പിക്കലാണ്. അങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വെച്ചുകൊണ്ട് പിശാച് സഭയെ തകർക്കാൻ ആരംഭിച്ചു. കാരണം നമുക്കറിയാം, പിശാച് ദൈവത്തിൻ്റെ ശത്രുവാണ്. ദൈവത്തിൻ്റെ മൗതിക ശരീരമാണ് സഭ. സഭയിലൂടെ ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ ദൈവത്തിൻ്റെ ഛായയിലും സാരാംശത്തിലും ജീവിക്കുന്നത് പിശാചിന് ഇഷ്ടമല്ല. അതായത് സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകുന്നത് പിശാചിന് ഇഷ്ടമല്ല. അപ്പൊ ഈ മനുഷ്യനെ തകർക്കാൻ പിശാചിന്
മനസ്സിലായി സഭയെ തകർക്കണം. സഭയെ തകർക്കാൻ വൈദികരെ തകർക്കുക, സന്യസ്തരെ തകർക്കുക. അങ്ങനെ പൗരോഹിത്യത്തെയും സമർപ്പിത ജീവിതത്തെയും അവിടെ തകർത്തപ്പോൾ സഭ തകരാൻ തുടങ്ങി. ഇതിൻ്റെ പരിണിത ഫലമോ അവിടെ കുടുംബങ്ങൾ തകർക്കപ്പെട്ടു. കുടുംബങ്ങൾ തകർന്നപ്പോൾ യുവജനങ്ങൾ പ്രതീക്ഷയില്ലാത്തവരായി. കല്യാണം കഴിക്കാതെ ജീവിക്കുന്നവർ, പലവിധത്തിലുള്ള തിന്മകൾ, പ്രത്യേകിച്ച് സ്വാർത്ഥതകൾ അവിടെ നടമാടാൻ തുടങ്ങി. ഇതിൻ്റെ ഫലമായിട്ട് പാശ്ചാത്യ ലോകത്ത് ജനങ്ങളുടെ എണ്ണത്തിൽ തന്നെ കുറവ് വന്നു. പള്ളികൾ ശൂന്യമായി. വൈദികർ തിന്മകൾക്കെതിരെ പ്രസംഗിക്കാതെയായി. ഇനി പ്രസംഗിച്ചാൽ തന്നെ അതെല്ലാ കുടുംബങ്ങളിലും എത്താതെയായി. ഇത് സാത്താൻ്റെ കുതന്ത്രങ്ങളിൽ ഒന്നാണ്. കാരണം ഇവയെ തകർത്താൽ, പൗരോഹിത്യത്തെ, സമർപ്പിത ജീവിതത്തെ തകർത്താൽ സഭയെ തകർക്കാൻ സാധിക്കുമെന്ന് പിശാച് മനസ്സിലാക്കി. സഭയെ തകർത്താൽ കുടുംബങ്ങളെ തകർക്കാൻ പറ്റും എന്നവൻ മനസ്സിലാക്കി. കുടുംബങ്ങളെ തകർത്താൽ യുവജനങ്ങളെ, ജനങ്ങളെ തന്നെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കാൻ സാധിക്കും എന്നവൻ മനസ്സിലാക്കി. ഒരു പരിധിവരെ അവനത് വിജയിക്കുകയും ചെയ്തു എന്നാണ് നാം ഇന്ന് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സുക്കോളച്ചൻ്റെ ആധ്യാത്മികത മാത്രം ഒന്ന് വിചിന്തനം ചെയ്യാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക. അദ്ദേഹവുമായിട്ടുള്ള എൻ്റെ ഒരു അനുഭവം തന്നെ ഇവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു ദിവസം സുക്കോളച്ചൻ വികാരിയായിട്ടിരിക്കുന്ന കണ്ണൂരിലെ മരിയാപുരം പള്ളിയുടെ അടുത്തുള്ളൊരു പള്ളിയിൽ ഒരു കൊച്ചു സെമിനാരിക്കാരനായിട്ട് വെക്കേഷന് ചെന്നതാണ്. ആ സമയത്ത് സുക്കോളച്ചൻ്റെ പള്ളിയിൽ ധ്യാനം നടത്താനായിട്ട് SVD സഭയിലെ ഒരു വൈദികൻ, ചങ്ങനാശ്ശേരിക്കാരനാണ്, അദ്ദേഹം ധ്യാനിപ്പിക്കാനായിട്ട് അങ്ങോട്ട് പോകുന്നത് ഈ പള്ളിയിൽ നിന്നാണ്. ഇന്നത്തെ പോലെ ഇങ്ങനെ കരിസ്മാറ്റിക്കിൻ്റെ വലിയ ടീമുകൾ ധ്യാനിപ്പിക്കാൻ പോകുന്നതിന് മുൻപുള്ള ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്നെ കണ്ടപ്പോൾ ഈ അച്ഛൻ ചോദിച്ചു, ബ്രദറെ എന്നോടൊപ്പം വരണോ? വലിയ സന്തോഷത്തോടെ പെട്ടെന്ന് തന്നെ ചാടി അച്ഛൻ്റെ ബാഗും പുസ്തകങ്ങളൊക്കെ എടുത്ത് ഞാൻ ആ ധ്യാനഗുരു അച്ഛൻ്റെ കൂടെ സുക്കോളച്ചൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അന്ന് ആദ്യമായിട്ടാണ് ഇറ്റലിക്കാരനായ ബഹുമാനപ്പെട്ട സുക്കോളച്ചനെ ഞാൻ നേരിട്ട് കാണുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത്, പല മലകൾ സ്വന്തമായിട്ട് വാങ്ങി പാവപ്പെട്ട മക്കൾക്ക് അനവധി വീടുകൾ വെച്ചു കൊടുത്ത കോടീശ്വരനായ ഒരു വ്യക്തിയാണ്. എന്നാൽ അദ്ദേഹം കിടന്നുറങ്ങുന്ന റൂം ഞാൻ കണ്ടു. നമ്മുടെ ഇപ്പോഴത്തെ പല വീടുകളിലെ ബാത്റൂമുകളേക്കാൾ ചെറിയ ഒരു കുഞ്ഞു റൂമിൽ വെറുതെ ഒരു ബെഞ്ചിലാണ് അദ്ദേഹം കിടന്നുറങ്ങിയിരുന്നത്. അദ്ദേഹം കഴിച്ചിരുന്ന ഭക്ഷണം എന്ന് പറയുന്നത് വെറും പപ്പായയാണ്. അത് ഭക്ഷിച്ചുകൊണ്ട് തൻ്റെ സമ്പത്ത് മുഴുവൻ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ലോകത്തിന്, പാവപ്പെട്ടവർക്ക്, മതങ്ങൾ നോക്കാതെ നാനാജാതി മതസ്ഥർക്ക് നൽകിയ വ്യക്തിയാണ് ഫാദർ സുക്കോൾ. അന്ന് ധ്യാനം തുടങ്ങുന്നതിന് മുൻപ് എൻ്റെ കൂടെ വന്ന ആ ധ്യാനഗുരുവായ വൈദികന് പെട്ടെന്ന് സുഖമില്ലാതെയായി. അദ്ദേഹത്തിന് പെട്ടെന്ന് നെഞ്ചുവേദന അനുഭവപ്പെട്ട് അദ്ദേഹത്തിന് ധ്യാനം നയിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. വെറും സെമിനാരിക്കാരനായി പഠനം ആരംഭിച്ച നിമിഷത്തിൽ സുക്കോളച്ചൻ എന്ന് പറയുന്ന ഒരു വലിയ അച്ഛൻ അന്ന് എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ വെറുതെ പെട്ടി പിടിക്കാൻ വേണ്ടി പോയതാണ്. എന്നോട് ആവശ്യപ്പെട്ടു, ബ്രദറല്ലേ കൂടെ വന്നത്, ബ്രദർ വചനം പ്രഘോഷിക്കുക,
കാരണം ധ്യാനഗുരുവിന് പെട്ടെന്ന് സുഖമില്ലാതാകുകയും ധ്യാനഗുരുവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായി സുക്കോളച്ചൻ എന്ന് പറയുന്ന വലിയ വിശുദ്ധനായ വൈദികൻ, വെറും ഒരു ബ്രദർ, ഒരു ആരംഭിച്ചതേ ഉള്ളൂ പൗരോഹിത്യത്തിൻ്റെ പഠനങ്ങൾ, ആ സമയത്ത് ആവശ്യപ്പെട്ടു വചനം പ്രഘോഷിക്കാൻ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധരായ വൈദികര് വചനം കൊടുത്ത് വളർത്തിയ സഭയാണിത്. ആ സഭയിലെ ഓരോ മക്കളും വിശുദ്ധനാകണം, വിശുദ്ധയാകണമെന്ന് ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുക. അപ്പോൾ ഇന്ന് പടിഞ്ഞാറൻ രാജ്യങ്ങൾ വിശുദ്ധിയുടെ വലിയൊരു വെല്ലുവിളി നേരിടുകയാണ്. കുടുംബനാഥനാകാനുള്ള വിളിയിൽ വെല്ലുവിളി നേരിടുന്നു. കുടുംബനാഥയാകാനുള്ള വിളിയിൽ വെല്ലുവിളി നേരിടുന്നു. വചനപ്രഘോഷണത്തിന് വെല്ലുവിളികൾ നേരിടുന്നു. നമുക്കതൊന്നും ഇവിടെ സംഭവിക്കാതിരിക്കാൻ ജാഗ്രത പുലർത്തണമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കരഞ്ഞ് വിളിക്കുമ്പോൾ നമുക്ക് വിവേകമെന്ന പുണ്യം കിട്ടുമെന്ന് ഫ്രാൻസിസ് പാപ്പ തൻ്റെ അപ്പോസ്തലിക പ്രബോധനത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ വിളിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നൽകുന്ന വിവേകമെന്ന പുണ്യം ഈ ലോകത്ത് നമ്മളെ വിശുദ്ധനാകാൻ, വിശുദ്ധയാക്കാൻ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവയെല്ലാം, ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തെ മലിനപ്പെടുത്തുന്ന സ്നേഹത്തിന് ബദലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിൽ നിന്ന് എടുത്തു മാറ്റണം. ആത്മീയമായ ദുഷിപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ, അത് അൽമായരായാലും വൈദികരായാലും മെത്രാനായാലും സന്യസ്തരായാലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ആ ദുഷിപ്പുകൾ എടുത്ത് മാറ്റി വിശുദ്ധിയിലേക്കുള്ള അടിസ്ഥാന വിളി അത് സ്വീകരിച്ച് മുന്നേറണമെന്ന് ഫ്രാൻസിസ് പാപ്പ നമ്മെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധിയുടെ പാത സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു ഉറവിടമാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് അത് നൽകുന്നതാണ്. ഫ്രാൻസിസ് പാപ്പ പഠിപ്പിക്കുക, നമ്മുടെ വിളക്കുകൾ ജ്വലിപ്പിച്ചു കൊണ്ടിരിക്കാൻ ലൂക്ക 12:35 നമുക്ക് ലഭിച്ച വിശ്വാസത്തിൻ്റെ വിശുദ്ധിയുടെ ആ വിളക്ക് ജ്വലിപ്പിച്ചു കൊണ്ടിരിക്കാൻ നാം ശ്രദ്ധാലുക്കളാകണമെന്ന് ഫ്രാൻസിസ് പാപ്പ പഠിപ്പിക്കുക. പലപ്പോഴും നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ ക്രിസ്ത്യാനികളാണ്, കത്തോലിക്കരാണ്, കത്തിച്ചു പിടിച്ച വിളക്കാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. പലപ്പോഴും കെട്ടുപോയ വിളക്കുമായിട്ട് യാത്ര ചെയ്യുന്ന അന്ധനെ പോലെയാണ് നാം. നമ്മുടെ കൈവശം വിളക്കുണ്ട്, അതെപ്പോഴോ കാറ്റത്ത് കെട്ടുപോയിരിക്കുന്നു. നമ്മുടെ കയ്യിലിരിക്കുന്ന വിളക്കിൽ അത് കെട്ടുപോയിരിക്കുന്നു എന്ന് കാണാൻ പറ്റാത്ത രീതിയിൽ അന്ധത ബാധിച്ചിരിക്കുകയാണ് നാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിച്ച അടിസ്ഥാന വിളി വിശുദ്ധിയിലേക്കുള്ള വിളിയാണ്. അതുകൊണ്ട് 1 തെസ്സലോനിയക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറഞ്ഞ പോലെ എല്ലാ തിന്മകളിൽ നിന്നും മാറി മത്തായി 24:42 പഠിപ്പിക്കുന്നത് പോലെ ഉണർന്നിരുന്ന് ജാഗ്രതയോടെ ഈ കാലഘട്ടത്തിലെ പ്രതിസന്ധികൾ തരണം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവപ്രമാണങ്ങൾക്കും ദൈവകൽപ്പനകൾക്കും വിരുദ്ധമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ ജാഗ്രതയോടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നേറാനായിട്ട് നമുക്ക് സാധിക്കണം. ഏത് ഇരുളടഞ്ഞ അവസ്ഥയിലും, പ്രതീക്ഷയില്ലാത്ത അവസ്ഥയിലും, ഏത് കാരാഗൃഹത്തിലായാലും കടബാധ്യതകളിലായാലും ദൈവം എന്നെ കൈവിടുകയില്ല എന്നുള്ള ആ ഒരു ബോധ്യം ഒരാളെ വിശുദ്ധിയിലേക്ക് നയിക്കുമെന്ന് ഫ്രാൻസിസ് പാപ്പ പഠിപ്പിക്കുക. ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ തിന്മകളിൽ ഒന്നാണല്ലോ നിരാശ. നിരാശ നമ്മളെ വിശുദ്ധിയിൽ നിന്ന് അകറ്റും. നേരെ മറിച്ച് പ്രത്യാശ വിശുദ്ധിയിലേക്കുള്ള വഴിയിലേക്ക് നമ്മളെ കൊണ്ടുവരും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ അനവധി പ്രതിസന്ധികൾ തരണം ചെയ്യുന്നവരാണ് നാം.
പലവിധ പ്രതിസന്ധികൾ മൂലം സംശയാലുക്കളാണ് നാം. പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്താതെ പ്രത്യാശയുള്ളവരായിട്ട് ജീവിക്കണമെന്ന് ഫ്രാൻസിസ് പാപ്പ തൻ്റെ അപ്പോസ്തലിക പ്രബോധനത്തിലൂടെ ആഹ്വാനം ചെയ്യാണ്. ഇതിന് നാം കർത്താവിനെ തിരിച്ചറിയണം. ശിഷ്യന്മാരോട് ഈശോ ചോദിക്കുകയാണ്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 18 മുതൽ 24 വരെ അവൻ ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? ഏലിയയാണ്, പ്രവാചകന്മാരിൽ ഒരാളാണ്, സ്നാപയോഹന്നാനാണ്, പല വിധത്തിലുള്ള ഉത്തരങ്ങളാണ്. ഇന്ന് പല വിധത്തിലുള്ള കാര്യങ്ങളിൽ വ്യഗ്ര പൂണ്ടിരിക്കുന്നവരാണ് നാം. എന്നാൽ വ്യക്തിപരമായ ഒരു ചോദ്യമാണ്, ഞാൻ നിങ്ങൾക്ക് ആര്? സഭ നിങ്ങൾക്ക് ഇന്ന് എന്ത്? അതിനുത്തരം പത്രോസിലേക്ക് പറയാ, അങ്ങ് ക്രിസ്തുവാണ്. അങ്ങ് ക്രിസ്തുവാണ്. കർത്താവിൻ്റെ അധികാരത്തെ മനസ്സിലാക്കി, കർത്താവിൻ്റെ വചനപ്രഘോഷണത്തെ മനസ്സിലാക്കി പത്രോസ് ഉത്തരം നൽകിയാണ്, അങ്ങ് ക്രിസ്തുവാണ്. പ്രിയപ്പെട്ടവരെ, ഒരു വിശുദ്ധൻ, ഒരു വിശുദ്ധയുടെ കേന്ദ്രമെന്ന് പറയുന്നത് ഈ ഒരു അനുഭവമാണ്. ക്രിസ്തുവിനെ വ്യക്തിപരമായിട്ട് കണ്ടുമുട്ടുന്ന അനുഭവം. വ്യക്തിപരമായിട്ട് എൻ്റെ ജീവിതം എൻ്റെ രക്ഷകനും നാഥനുമായിട്ട് ഞാൻ സ്വീകരിക്കുമ്പോൾ മറ്റെന്ത് പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും അതെല്ലാം തരണം ചെയ്യാനുള്ള കൃപ എനിക്ക് ലഭിക്കും. ഒരു നല്ല അപ്പനാകാൻ, നല്ല അമ്മയാകാൻ, നല്ല ടീച്ചറാകാൻ, നല്ല മേസ്തരി പണിക്കാരനാകാൻ, നല്ല മരപ്പണിക്കാരനാകാൻ, നല്ല വൈദികനാകാൻ, നല്ല സന്യസ്തയാകാൻ നമ്മെ സഹായിക്കുന്നത് ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവാണെന്നുള്ള വ്യക്തിപരമായ ബോധ്യമാണ്. ഈ വ്യക്തിപരമായ ബോധ്യങ്ങൾ, ഉദാഹരണത്തിന് കൂദാശകളിലുള്ള നമ്മുടെ വ്യക്തിപരമായ അനുഭവങ്ങളാണ്. ഇത് അനുഭവിക്കാത്തവർക്ക് കൂദാശകളിൽ അർത്ഥം കണ്ടെത്താൻ സാധിക്കില്ല. പക്ഷെ കൂദാശകളെ അനുഭവിക്കുന്നവന് ഒരിക്കലും കൂദാശകളെ തള്ളിപ്പറയാൻ സാധിക്കില്ല. ഈ ഒരു അനുഭവത്തിലൂടെ കടക്കുമ്പോഴാണ് നാം വിശുദ്ധിയുടെ പടവുകൾ കടന്നു വരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലൂടെ അവിടെ നിന്നാണ് സംസാരിച്ചതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ സഭ തകർക്കപ്പെട്ടതുപോലെ ഞങ്ങളുടെ നാട്ടിൽ സഭ തകരാനായിട്ട് അവിടുന്ന് അനുവദിക്കല്ലേ. ഞങ്ങളുടെ നാട്ടിലെ സഭയെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് ലഭിച്ചിരിക്കുന്ന ഞങ്ങളുടെ ജീവിതാന്തസ്സുകൾ ആത്മാർത്ഥതയോടെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനം തിരുവചനം എന്ന ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാ രോഗികളെയും കർത്താവായ ഈശോ ഇപ്പോൾ അനുഗ്രഹിക്കട്ടെ. രോഗാണുക്കൾ ബന്ധിക്കപ്പെടട്ടെ, സംശയരോഗങ്ങൾ വിട്ടുപോകട്ടെ, നിരാശകൾ വിട്ടുപോകട്ടെ. അത്ഭുതകരമായ ഡെലിവറൻസ് വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലൂടെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.